പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട് നിൽക്കുന്ന ഈ നാടിനെയും പരിസരത്തെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ഫുള്ള് കണ്ട് ഒന്ന് ആസ്വദിച്ച് നിങ്ങളത് കണ്ടിട്ട് ലൈക്കും സബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പരിചയപ്പെടുത്താൻ പോകണം, ഈ സ്ഥലത്തെ പറ്റി ആദ്യം പരിചയപ്പെടുത്താൻ പോണേ ഞാനും എൻ്റെ ഈ ക്യാമറമാനും ഫ്രണ്ട്സും എല്ലാവരും ഇരിക്കുന്നത് ഈ സ്ഥലത്താണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ആരും പഠിക്കാനുള്ളത് കൊണ്ട് വീട്ടിലിരുന്നിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടേക്ക് വരാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഈ കാടും ഇതൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഈ എക്സാം കഴിഞ്ഞ് ഒരു എന്താ പറയുക, ഒരു ഓണത്തിൻ്റെ വെക്കേഷൻ ഉണ്ടാവില്ല, ആ വെക്കേഷൻ്റെ സമയത്ത് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കുകയെല്ലാം. എന്നിട്ട് ഇവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഗെയിം കളിക്കലും പിന്നെ ചിരിച്ച് കളിക്കലും. പിന്നെ അവിടെ ഒരു വീട്ടിൽ വൈഫൈ ഉണ്ട്, ആ വൈഫൈ കണക്റ്റ് ആക്കി ഞങ്ങൾ ഗെയിം കളിക്കലൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇതിനാണ്. ഇനിയുണ്ട് ഇവിടെ കുറേ വിചിത്രമായ കുറേ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെ പറ്റി നിങ്ങൾ അറിയണത് അടുത്ത സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്ലേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്ലേസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഞങ്ങൾ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനെ അതിൽ ചാടി കുളിച്ച് തലകുത്തി മറിഞ്ഞ് ഓരോരുത്തരും ഉന്തിയിട്ടും അത് ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ മുക്കും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ വിചിത്രമായ കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ ചെയ്യലുണ്ട്. അതേപോലെ ആ കുളം ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കുളത്ത് ആദ്യം എനിക്ക് റീലെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്സ് ഇടാൻ ആദ്യത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ മാക്സിമം കണ്ടുപിടിക്കണം. അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് ഒരു ചെക്കന്മാർക്ക് കുറേ അനിയത്തിമാരും അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ ഓർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും, ഈ തോട്ടിൽ ഞങ്ങൾ മീൻ പിടിക്കുന്നുണ്ട്. ചെറിയ മീനിനൊക്കെ പിടിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ആക്കുന്നില്ല, അവിടുത്തെ കൊണ്ടുപോയി കളയിലൊക്കെ ഞങ്ങൾ പണി. അപ്പോൾ ഒരു ചില്ല്, ഒരു വൈബ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും വെറുതെ ഒന്ന് ചെയ്യും. അപ്പോൾ സമയം കിട്ടിയോണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സമയം കിട്ടിയോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വിടാനില്ല. അപ്പോൾ സമയം കിട്ടിയോണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഈ ഷോർട്സ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പ്ലേസ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നാട്ടിൽ ഇപ്പം ഈ പ്രദേശത്ത് ഒരു കുളം മാത്രമല്ല, 2 കുളങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ഈ കുളത്തിലാണെങ്കിലും ഞങ്ങൾ ചാടലിലാണെങ്കിലും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരൊക്കെ കൂടുതലും അവിടെയാണ് വരുന്നത്. ഇവിടെ തിരുമ്പാനും ഇങ്ങനെ അതിനൊക്കെയാണ് ഇവിടെ ആദ്യം. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ അത്രയും ദൂരം നടക്കാനുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് കുളിക്കലും എല്ലാവരും ചെയ്യല്. അപ്പോൾ നമുക്ക് ആ കുളത്തെ പറ്റി ഒന്ന് പരിചയപ്പെടാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് വെച്ചാൽ ഈ കുളത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കുളം ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഇതാണിപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ കുളത്തിന് കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ കുറേ മരണങ്ങളും ഒരു 5-6 മരണങ്ങളൊക്കെ കുളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പം അടുത്തൊരു ഒരു കാക്ക ഇവിടെ വീണ് മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ തീർക്കണം. അപ്പോൾ വേറൊരു വീഡിയോയിലൊക്കെ ഞാൻ അതിനെ പറ്റി പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഞാൻ. ഇപ്പം ഞാൻ പറയാൻ പോണത് ഈ കുളത്തെ ചരിത്രം പറ്റിയെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ സ്കൂൾ തുറന്ന സമയത്തൊക്കെ ഇവിടെ ഇപ്പം ഇതിൻ്റെ ആ കുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇതൊന്നും അല്ലായിരുന്നു അവസ്ഥ. നിങ്ങൾ ഈ സ്കൂൾ തുറന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാവരും വന്നിട്ട് ഈ കുളം ക്ലീൻ ആക്കിയതാണ്. വെച്ചാൽ പായലും എല്ലതും അടിപ്പായലും എൻ്റെ പായലൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ ഈ പരീക്ഷ ആയതുകൊണ്ട് ആരും വിട്ടിട്ടുണ്ടാവില്ല, തുടങ്ങാൻ ആരും ഇതൊന്നും വിട്ടിട്ടുണ്ടാവില്ല വെച്ചിട്ട് അടിപ്പായൽ പിന്നെയും പൊടിഞ്ഞാൽ തരുന്നത് നല്ല നഷ്ടം. ഇനിയിപ്പം അടുത്തതായിട്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഇത് ക്ലീൻ ചെയ്യണം. നല്ലൊരു ബുദ്ധിമുട്ടേറിയ പണിയാണ്. നമുക്ക് ഇതിൻ്റെ മരണങ്ങൾ കുറേ 5 ഉണ്ട്. അത് വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളിതൊന്ന് ഈ കുളത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് കണ്ടോളൂ. ഇപ്പോൾ തിരുമ്പലും ഒക്കെ ചെയ്യുന്നുണ്ട്. കുളിക്കൽ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അധികം.
കുളിക്കൽ കുറവാണ്, അത് ഭയങ്കര കുറവാൻ ചാൻസ് ഉണ്ട്. അപ്പം അധികം പാലിപ്പായൽ പൊന്തിയതല്ലേ, അപ്പോൾ തന്നെയാണ് അവസ്ഥ. അപ്പം ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ല യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഫോണിൽ അധികം ക്ലിയർ ഒന്നും ഇല്ല. ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. ഞാൻ ഒരു പാവപ്പെട്ട ഒരാളാണ്. ഞാൻ ഇപ്പോൾ ഒരു ആഡംബര വീടും സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആളാണ്. എപ്പോഴും വേറൊരാളെ ഔദാര്യത്തിലാണ്, ആഡംബര വീട്ടിലൊന്നും ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ വീടിനെയും എൻ്റെയും ലൈഫിനെയൊക്കെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇനിയുണ്ട് കുറേ. നിങ്ങൾ കാത്തിരുന്നാൽ, നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളത് കാത്തിരിക്കുമല്ലോ, ആ കാത്തിരിപ്പാണ് എനിക്ക് നല്ലൊരു സന്തോഷം നൽകുന്നത്. അപ്പോൾ ഞാൻ ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത്രയും അവിടെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ 3 പ്ലേസാണ് നമ്മൾ കാണിച്ചത്. ഇനി കുറച്ചുകൂടി പ്ലേസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യണതാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇനിയും കുറേ പ്ലേസ്, ഇത്രയും മാത്രമല്ല. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ, ബൈ ബൈ.